ഹലോ, കേക്കുന്നുണ്ടോ? നീ പീഡിച്ച് വാ, ഒന്നും കേക്കുന്നില്ല. ആടാ പറടാ. ഞാൻ വെറുതെ വിളിച്ചതാടാ. ഞാൻ എന്തായാലും തിരക്കാണ്. എന്തായാലും വെക്കേഷൻ എടുത്തു 7 days. ഓ 7 days വെക്കേഷൻ എടുത്തോ? ഇവിടെ തിരക്കടാ, ജോലി തിരക്ക്. രാത്രി മാത്രം ഗെയിമിൽ കയറാൻ പറ്റത്തുള്ളൂ.
ഞാൻ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് ആർമിയിൽ നിന്ന് ഇറങ്ങും. കുറച്ച് പണിയുണ്ട്, കുറച്ച് ആൾക്കാരെ കൊടുക്കാനുണ്ട്. ഇറങ്ങുവാണോ അതോ വെക്കേഷൻ ആണോ? ഇറങ്ങുന്നു. ഇനി സിറ്റിയിൽ പണിയുണ്ട്. ഇനി ആ ജനറൽ ചാറ്റ് കിടന്ന് പറയണ അവന്മാരില്ലേ, അവന്മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. രാഹുല്, ഞാന്, എല്ലാരും ഇറങ്ങണോ? ഞാൻ ഇറങ്ങും. ഞാൻ തീരുമാനിച്ചാ. കഷ്ടാടാ, ഇത്ര നേരം എത്തിയിട്ട് പിന്നെ നീ ഇറങ്ങുന്ന പറഞ്ഞാൽ എന്ത് പറയാ, എനിക്കറിയത്തില്ല. നീ എന്തെങ്കിലും ചെയ്യും. ഇല്ലടാ, അതൊന്നും സീനൊന്നുമില്ല. ആർമീനെക്കാട്ടി കൂടുതൽ എനിക്ക് വാല്യൂ സിറ്റിയിലുണ്ട്. അതുപോലല്ല, എനിക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാൻ കഴിയില്ലേ. സെയിം ഡിവിഷൻ 1 ആഴ്ചയായി. ഫസ്റ്റ് ഇൻ കമാൻഡ് സെയിം ഡിവിഷൻ മൂന്നാമത്തെ തവണ. ഇതൊക്കെ ഈസി ആയിട്ട് കിട്ടിക്കോളൂടാ, അതൊന്നും സീനൊന്നുമില്ല. എടാ, നീ സെക്കൻഡ് അക്കൗണ്ട് എന്തെങ്കിലും ചെയ്യടാ. അങ്ങനത്തെ പരിപാടി എന്തെങ്കിലും. നീ റിട്ടയർഡ് ആകണ്ട. എന്തിനാ ഇത്രയും LG ആയിട്ട് പോലും പിന്നെ. ഇല്ലടാ, ഫസ്റ്റ് അക്കൗണ്ടിൽ തന്നെ എൻ്റെ പേര് അവന്മാരുടെ സ്ക്രീനിൽ ഉണ്ടാവണം. അത് നമ്മളുണ്ടല്ലോടാ, സെക്കൻഡ് ഐഡിയിൽ നിന്ന് വന്നു കഴിയുമ്പോൾ വേറെ കുറേ സീനുണ്ടാ. അങ്ങനത്തെ കുറേ സീനുണ്ട്. ഞാനാണെന്ന് ചെയ്യാൻ പറ്റും. ആടാ, എടാ, എൻ്റെ ഇത് ബിസിനസ് ഇത്തിരി പ്രോഫിറ്റ് ഉണ്ടടാ. നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ട്. എന്നാൽ അത് വീക്ക്ലി മാത്രമേ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അതാണ് സീന്, വീക്കിലി ആണ് കിട്ടുള്ളൂ. എന്നാൽ ഞാൻ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. റെൻറ്റ് എൻ്റെ സാലറി മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. സാലറിന്ന് ഒരു ഒരു എത്ര ഇപ്പം പറയാം വീട്ടിൽ. ഇത്രയും സാലറിന്ന് ഞാൻ കൊടുക്കുന്നുള്ളൂ റെൻറ്റ്. അന്നേരം ഒരു മാസം നിൽക്കും. അത് 1 മന്ത് നിൽക്കും. വീക്ക്ലി മാത്രം അടിച്ചാൽ മതി റെൻറ്റ്. അതാണ് വേറെ ഈസി. ഞാൻ ഇപ്പം എന്തായാലും സിറ്റി പണി തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഷൂട്ട് ഔട്ട് എടുത്തു. ഞാൻ രാഹുലൊക്കെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല പണി തുടങ്ങും. പുതിയ ലൊക്കേഷൻ എല്ലാം വന്നിട്ടുണ്ട് അങ്ങനെ അല്ലേ? ഞങ്ങള് സെയിം ഗ്യാങ്ങിൽ കയറിയിട്ട് അടിച്ചു പൊളിക്കും. ഇവന്മാർക്ക് ജനറൽ ചാറ്റിൽ നിന്ന് നോക്കിയിരുന്നോ, രാവിലെ റിട്ടയർ ആവുന്ന ദിവസം തന്നെ നോക്കിയിരുന്നു ഞങ്ങൾ പണി തുടങ്ങാൻ പോകുന്നത്. ഓക്കെ. ഇത്രയും ദിവസം ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. ഈ മലയാളി പവർ എന്താണ് അവന്മാർ കാണട്ടെ. രാഹുൽ മലയാളിയാണ്, ഞാനും മലയാളിയാണ്. അടിച്ചണ്ണാക്കി കൊടുക്കും ഞങ്ങൾ രണ്ടുണ്ട്. ഞാനും അന്ന് എന്തെങ്കിലും വെക്കേഷൻ കഴിഞ്ഞിട്ട് തിരക്കെല്ലാം മാറി കഴിഞ്ഞിട്ട് അവരെ തൂക്കും. അത്രേ ഉള്ളൂ. അവന്മാരിപ്പോ ഇപ്പൊ 2 ഓൾറെഡി തിരിച്ച് ആർമി കയറിയിട്ടുണ്ട്. ആര് പേര്? ലൂണ, റിച്ച് റൈഡറും, ആ 2 പുണ്ടകള്. ഓക്കെ. അത് സീനില്ല, വെസ്കേറ്റിൽ പോയി അവന്മാരെ അടിച്ചിടാവുന്നുള്ളൂ. അത് അവർ ടിക്കറ്റെല്ലാം അടിക്കുവാടാ. ആർമി ബേസിൽ പോയി അടിച്ചിട്ടാ നിന്നെ ഊക്കി വിടും. അവന്മാര് ടിക്കറ്റ് അടിച്ച എനിക്കിപ്പോ എന്ത്? അതൊന്നും ഒരു സീനില്ല. ജയിലല്ലേ, 2 മണിക്കൂറത്തെ ജയില്, അത് സീനൊന്നുമില്ല. നമ്മള് കുറെ ജയില് കണ്ടതാ. എടാ, ആൾക്കാർ ഇങ്ങനെയാ ചെയ്യുന്നത്. നീ ഇപ്പം അടിച്ചിട്ട് നിൻ്റെ എങ്ങനെയൊക്കെയോ സ്കില്ല് ഉപയോഗിച്ച് നീ അടിച്ചിട്ട് കഴിഞ്ഞിട്ട് അവർ ബോഡി ക്യാം ഓൺ ആക്കി അയക്കും. അത് കാരണം അവൻ അടിച്ചിട്ടെന്ന പേരിൽ അവൻ പോയി ടിക്കറ്റ് അടിക്കും. അത്രേ ഉള്ളൂ. എടാ, ഞാൻ അടുത്ത് പോയി എന്റെ നെയിം ടാഗ് കണ്ടാലല്ലേ എനിക്ക് ടിക്കറ്റ് അടിക്കാൻ കഴിയൂ. അവിടെ കാണാൻ പറ്റൂടാ നീ ചത്തത്.
നീ ചാവത്തില്ല, ആരെ കൊന്നുന്ന അവിടെ പേര് കാണപ്പെടും നിന്റെ. കാര്യമില്ല 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 കാര്യമില്ല. ബോഡി ക്യാം സ്ക്രീൻഷോട്ട് ഒരിക്കലും കാര്യമില്ല. എടാ നീ ചത്തത് ഇതില്ലടാ, നമ്മുടെ പേര് കാണിക്കത്തില്ലേ നീ ആരാണ് കൊന്നത്. ആടാ, പേര് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. പേര് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓടിക്കാൻ പോണം. ഹോൾ സിറ്റുവേഷൻ എന്തായിരുന്നു, മാക്രോ അവിടെ എന്തൊക്കെയാണ് ഇല്ലാത്തത്, എന്തിനാണ് വന്നടിച്ചത്, അതാണ് സിറ്റുവേഷൻ. ബോഡി ക്യാം ഇല്ലാതെ ഉമാര് സ്ക്രീൻഷോട്ട് സബ്മിറ്റ് ചെയ്തതിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഉമാർക്ക്. എടാ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെടാ. വെച്ചാൽ ഞാൻ അവൻ ഷൂട്ട് ചെയ്യുന്ന കാണാൻ പറ്റത്തില്ല എൻ്റെ ബോഡി ക്യാമിൽ. വെച്ചാൽ എൻ്റെ റാം അത്രയ്ക്കാണ്, അതുകൊണ്ട് എൻ്റെ ബോഡി ക്യാമിൽ അത് കാണത്തില്ല. അവൻ ലോങ് നിന്നാണ് അടിക്കുന്നത്, ലോങ് നിന്ന് അടിക്കുന്നത് എനിക്ക് കാണാൻ പറ്റാത്ത. ഞാൻ ടിക്കറ്റ് അടിച്ചു, അന്നേരം അവൻ ജയിലിൽ പോയടാ. അത്രയാണ് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞത്. നീ ഉദ്ദേശിച്ച ബോഡി ക്യാം ആണോടാ? ആണ്. ആ ബോഡി ക്യാം അങ്ങനെ ദൂരെ നിന്ന് അടിക്കുമ്പോൾ വരും. സ്ക്രീൻഷോട്ട് എടുത്ത കാര്യം ബോഡി ക്യാം അത് സീനൊന്നും ഇല്ലട്. അത് സീനൊന്നുമില്ല, നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളുള്ളൂ പേടിക്കുന്നു. എടാ പണ്ട് ഗെയിമിനകത്ത് ഒരു ജയിലിനകത്ത് ഗ്ലിച്ച് ഉണ്ടായിരുന്നു, ഇങ്ങനെ ചാടി എസ്കേപ്പ് ആകും. അന്ന് ഈ ജയിലിൽ പറ്റത്തില്ല. എന്ത് എന്ത് ഗ്ലിച്ച്? ഗ്ലിച്ച് ഉണ്ടായിരുന്നടാ ഗെയിമിനകത്ത്. വെച്ചാൽ ഇപ്പം ജയിലിൽ നിന്ന് ചാടാൻ പറ്റും അവിടുന്ന്. ഇങ്ങനെയൊക്കെ റീസ്പോൺ അടിച്ച് ഇങ്ങനെയൊക്കെ ചാടാൻ പറ്റും അവിടുന്ന്. ഇപ്പം എന്താ പുതിയ ജയിലെല്ലാം വന്നതുകൊണ്ട് അങ്ങനെ ഗ്ലിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതാണ് വേറെ പ്രശ്നം. അവന്മാരെ ഗ്ലിച്ച് ഉപയോഗിച്ചതിന് നല്ല ബാൻ കിട്ടും. എത്ര പേര് എസ്കേപ്പ് ആയിട്ടുണ്ടെന്ന് അറിയുമോ? എസ്കേപ്പ് ആയിട്ട് പിന്നെ അവർ വയലേഷൻ ചെയ്യുക, അവർക്ക് അഫ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് വേറെ പ്രശ്നം. അവർ ജയിലിലാണ്. അങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പം ആണെങ്കിൽ ജോലി ഇപ്പം എന്തോ റെസ്റ്റ് എടുക്കുവാണ്. ഇപ്പം കട തുറക്കും ഒരു 1/2 hour കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് എഫക്റ്റ് അടിക്കും, അത്രയേ ഉള്ളൂ. പൈസ ഉണ്ടാക്കണം, എങ്കിലും തിരിച്ചാ വണ്ടി എടുക്കണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നീ ആ വണ്ടി എത്രയാണ് കൊടുത്തത്? ആ വണ്ടിക്ക് 50 million കൊടുത്തു വിട്ടു. ഈ മണ്ടന അതിനൊക്കെ 60-70 കിട്ടിയേന. എൻ്റെ എൻജിൻ വീട്ടിലാണ് ഞാൻ ആ കട മേടിച്ചത്, അറിയോ നിനക്ക്? എൻ്റെ റെഡ് എൻജിൻ അല്ല കുറച്ച് റെഡ് ഉണ്ടായിരുന്നു. വണ്ടി ഇല്ലാതെ എന്ത് എൻജിൻ വെച്ച് ചെയ്യാനാ, ഒന്ന് പറഞ്ഞെന്നാ. എങ്ങനെയും വണ്ടി കിട്ടൂടാ, എനിക്ക് ലക്ക് കിട്ടൂടാ. എനിക്ക് ഒരു ലക്കിന് ഇത് കിട്ടിയില്ല. ഞാൻ ഇവൻ്റ് മൊത്തം കംപ്ലീറ്റ് ചെയ്യും, കുത്തിയിരുന്ന് ഇവൻ്റ് കംപ്ലീറ്റ് ചെയ്യും മൊത്തം. മിഷൻ പെട്രോൾ 10 എണ്ണം ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ചെയ്ത് സ്പിൻ ചെയ്ത് ലക്കിന് എന്തെങ്കിലും കിട്ടും, അത്രയേ ഉള്ളൂ. അങ്ങനെ എനിക്ക് വണ്ടി കിട്ടും. നോക്കട്ടെ, ഒരു ഞാൻ ഇവന്റ് നോക്കട്ടെ, ഫുള്ള് നോക്കട്ടെ. നോക്കട്ടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ. നീ തിരിച്ച് ആർമി കയറുവോടാ ഇതെല്ലാം കഴിഞ്ഞിട്ട്? ഇല്ലടാ, എനിക്ക് സമയം കിട്ടാറില്ലടാ അങ്ങനെ. ഇനി കുറച്ച് എക്സാം ഒക്കെ തുടങ്ങും. ഞാൻ പിന്നെ
ഞാൻ ഈ എക്സാം പോസ്റ്റ്പോണ്ടായി പോണോണ്ട് ഞാൻ ഇവിടെ മൂഞ്ചിരിക്കാൻ മയില്. ഓക്കെ. എക്സാം ഒന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലോകപ്പെടാം. ആ പിന്നെ അതിൽ പിന്നെ ടൈമും കിട്ടത്തില്ല കളിക്കാനും. അത് തന്നെ ഞാൻ പറഞ്ഞേ. ഞാനിപ്പോൾ എൻജോയ് ചെയ്യും. ഇപ്പം അടിച്ചടിച്ച് നല്ലോണം കൊടുത്തിട്ട് മെല്ലെ കൂടെ കിട്ടി. എടാ നിനക്ക് ആ കട മേടിക്കാൻ പറ്റുന്നല്ലോടാ, അത് ഞാൻ മെസ്സേജ് ചെയ്തപ്പം. നീ എന്താ മേടിക്കാത്തത്? ഏത് കട? എടാ ഞാനിപ്പോൾ ബുഗാട്ടി മേടിക്കാനായിട്ട് പൈസ സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ബുഗാട്ടി മേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കായിരുന്നു. ഓക്കെ. ഞാൻ എന്തായാലും ആ കട നോക്കി വെച്ചതായിരുന്നു. പിന്നെ അവിടെ പൈസ കുറവായതുകൊണ്ട് വീക്കിലി ഇത്രയും പൈസ കിട്ടുമെന്ന്, പിന്നെ പൈസ കൂടുന്ന എന്തെങ്കിലും നല്ല കട നോക്കണമെന്ന് ആലോചിച്ച് അതെടുത്ത്. HP ഫ്രണ്ടിൽ തന്നെയാടാ, ഗ്രീൻ സോൺ ആണത്. ഗ്രീൻ സോണിൻ്റെ അവിടെയോ? HP മുന്നിൽ ഏത് കട? അവിടെ ആലി ഇത് നമ്മൾ ആലി പോകത്തൊരു കടയില്ലേ, അവിടെ ഒരു ചെറിയ കടയുണ്ട്, നോക്ക്, അവിടെ തന്നെ ഉണ്ട്. നോക്കാം. ബാക്ക് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ തന്നെ. രണ്ട് മണിക്കൂറുണ്ട്. പ്രോഫിറ്റ് ഇപ്പം എത്രയായി? പ്രോഫിറ്റ് 45,000 ഇപ്പം അവിടെ ഉണ്ട്. പിന്നെ ഇതും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 18 കിട്ടും. 7 അവർ കഴിയുമ്പോഴാ ഭയങ്കര കഷ്ടമാണ്. കുറച്ച് ടൈം ആണെങ്കിൽ ഓക്കെ നോക്കാം. ഞാൻ ഇപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ ടൈമായി പോവാൻ. ഓക്കേടാ എന്നാ. ഓക്കെ എന്നാ ശരി.